പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ഒരാളിക്കത്തലായിരുന്നു കൃഷ്ണനുണ്ണിയുടെയും ബീനയുടെയും പ്രണയവും വിവാഹവും. അതുവരെ ഒരു പ്രണയത്തിൽ പോലും അകപ്പെടാത്ത കൃഷ്ണനുണ്ണി അടിമുടി മുഴുകിപ്പോയി ബീനയിൽ. ചേരാത്തത് തമ്മിൽ ചേർന്നാലുണ്ടാകുന്ന അതൃപ്തി പതിയെ പതിയെ ഉയർന്നു. ഒടുവിൽ സ്വാഭാവികമായ പരിണാമത്തിലെത്തി നിന്നു. നഷ്ടങ്ങളുടെ കണക്കുകൾ മഴ പോലെ പെയ്തിറങ്ങിയപ്പോൾ നിശ്ചലമായ കുളം പോലെ ഉണ്ണി അതെല്ലാം നെഞ്ചിലേക്ക് ആവാഹിച്ചു. കുറച്ചു കാലത്തെ ജീവിതം തന്ന ദുഃഖങ്ങൾ ഒരു ജീവിതത്തിൻ്റെ തന്നെ ആകെത്തുകയായി കണക്കാക്കി ഒതുങ്ങിക്കൂടി. ആ ഒതുങ്ങിക്കൂടലിനാണ് ഇടയിളക്കം സംഭവിച്ചു തുടങ്ങിയത്. വായിക്കാം. 3-ാം ഖണ്ഡം 5-ാം ഭാഗം 2-ാം അധ്യായം. ഗുളിക കഴിച്ച് വെള്ളം കുടിച്ച് വീണ്ടും ചുരുണ്ടുകൂടി കിടന്നു പ്രിയ. കൃഷ്ണനുണ്ണി ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് മകളെ ശരിക്ക് പുതപ്പിച്ചു. ടെമ്പറേച്ചർ നോക്കണമെന്ന് വിചാരിച്ചതാണ്, പറ്റിയില്ല. നാളെ രാവിലെ ആവാം. രാവിലെ ആകുമ്പോഴേക്കും ഒരുപക്ഷെ പനി അയഞ്ഞുവെന്നും വരാം. വെയിൽ കൊണ്ടതിൻ്റെയാണ്, സാരമുള്ളതല്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിലും ഒരസ്കിത. എപ്പോഴും അങ്ങനെയാണ്. കുട്ടികളാവും ഇങ്ങനെ ചില്ലറ അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് അറിയായികയല്ല, പരിഭ്രമിക്കേണ്ട കാര്യമില്ലെന്നും. എന്നാലും പ്രിയയുടെ മൂക്ക് ഉയർത്താൽ തനിക്ക് ഇരിക്കപ്പുറതി ഇല്ലാതെയാവും. അക്കാര്യത്തിൽ പെണ്ണുങ്ങളെക്കാൾ മോശമാണ് താൻ. അത്ഭുതമില്ല, പ്രിയയാണല്ലോ ജീവിതത്തിലെ ഒരേ ഒരു സ്വത്ത്. ജീവനില്ലാത്ത ആ വാക്ക് യോജിക്കില്ല. അവൾ തൻ്റെ ജീവൻ്റെ ജീവനാണ് എന്ന് പറഞ്ഞാലും പോരാ, മുന തേഞ്ഞു മൂർച്ചയില്ലാത്തതായിരിക്കുന്നു ആ വാക്കുകൾ. എല്ലാ അച്ഛനമ്മമാരും മക്കളെക്കുറിച്ച് പറയുന്നതാണ്. അവനാണെൻ്റെ ജീവൻ, അവളാണെൻ്റെ ജീവൻ. വെറും വാക്കുകൾ. അവനും അവളും പോയാലും ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാൻ ഒരു മടിയും കാണിക്കില്ല. കുറച്ച് കരയുമായിരിക്കും, ക്രമേണ കണ്ണീർ വറ്റും, ചുണ്ടത്ത് വീണ്ടും പുഞ്ചിരി വിടരും. ഒരു പൂവ് കരിഞ്ഞാൽ, ഒരു കായ വാടി വീണാൽ അവസാനിക്കുന്നതൊന്നുമല്ല അവരുടെ എല്ലാം ജീവിതം. തൻ്റെ കഥ അതല്ല. പൂവൻ വാഴ പോലെയാണ്. ഒരിക്കൽ കുലച്ചു, ഇനി ഒരിക്കൽ കൂടി കുലയ്ക്കാൻ സാധ്യമല്ല. കാരണം വാഴയും കായയും വേറെയല്ല, ഒരേ ജീവനാളത്തിൽ തുടിക്കുന്നതാണ്. ഒന്നറ്റാൽ മറ്റതും അറ്റുപോവും. വാഴ ജീവിക്കുന്നതേ ഈ ഒറ്റ കുലയ്ക്ക് വേണ്ടിയാണ്. അതല്ലെങ്കിൽ എന്നോ യാത്ര പറഞ്ഞിരിക്കും. അതെ, പ്രിയയ്ക്ക് വേണ്ടിയല്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയാണ് താൻ ജീവിക്കുന്നത്? മേശവിളക്കിൻ്റെ പ്രകാശം അവളുടെ മുഖത്ത് കുത്തനെ വീഴുന്നു. എണീറ്റ് ഷെയ്ഡ് മറുവശത്തേക്ക് തിരിച്ചു വെച്ച് കട്ടിലിൻ്റെ വക്കത്ത് തന്നെ ഇരുന്നു. ഇളം ചുവപ്പ് തുണികൊണ്ടുള്ള ഷെയ്ഡാണ്. അതിൻ്റെ തുടുപ്പ് വ്യാപിച്ചപ്പോൾ പ്രിയയുടെ കൊച്ചുമുഖം അരുണമായി, ശരിക്കും ഒരു പനിനീർപ്പൂ പോലെ. അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുക തനിക്കൊരാനന്ദമാണ്. നിത്യവും രാത്രി കുറച്ചു നേരമെങ്കിലും ഇരിക്കും. കഥ പറഞ്ഞു കൊടുത്താലേ അവൾ ഉറങ്ങും. 4-5 വയസ്സിൽ തുടങ്ങിയ പതിവാണ്. ഇപ്പോൾ കഥാപുസ്തകങ്ങൾ തനിച്ച് വായിക്കാറായിട്ടുണ്ട്. ധാരാളം വായിക്കും, പ്രത്യേകിച്ചും കോമിക്കുകളാണെങ്കിൽ. എന്നാലും അതൊന്നും പോരാ. ഉറങ്ങണമെങ്കിൽ ഡാഡി കഥ പറയണം. നീണ്ട കഥയാവണം. ഒരിക്കലും അവസാനിക്കരുത്. അറബിക്കഥകളിലെ സുൽത്താൻ ഷാറിയാറെ പോലെയാണ്. ഒരു വ്യത്യാസം മാത്രം, കഥ കേൾക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോവും. മൂളൽ ക്രമേണ നിലയ്ക്കും. അപ്പോൾ താൻ മതിയാക്കും. പക്ഷേ എണീക്കില്ല. അവളെ നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കും. കുറച്ചു നേരം മുടിച്ചുരുളുകൾ മാടി ഒതുക്കും. ചെമ്പകപ്പൂ പോലെയുള്ള കൊച്ചു കൈപ്പടം എടുത്ത് തലോടും. വിരലുകൾ മടക്കും, നിവർക്കും. അവളൊന്ന് ഞെരങ്ങിയോ? ഇല്ല, കിടപ്പ് സുഖമാക്കിയതാണ്. അവളുടെ തല പതുക്കെ പിടിച്ചു പൊക്കി തലയിണയിൽ ശരിക്കു വെച്ചു. പുതപ്പിൻ്റെ തുമ്പ് ശരീരത്തിനടിയിലേക്ക് തിരികെ വെച്ചു. അവൾ വലത്തെ കൈകൊണ്ട് ഉറക്കത്തിൽ എന്തിനോ തപ്പി കൈ വെച്ചു കൊടുത്തു. കുട്ടി അതിൽ പിടിച്ച് ഒന്നുകൂടി ചുരുണ്ട് സുഖമായി ഉറക്കം തുടർന്നു. ഉണ്ണി പുഞ്ചിരി തൂക്കി. പണ്ടും ഇങ്ങനെ തന്നെയാണ്. ഉറക്കത്തിൽ തപ്പി തൻ്റെ വിരൽ കൈക്കലാക്കും, എന്നിട്ട് പതുക്കെ വായിലിടും. ഇപ്പോൾ അതില്ല. എന്നാലും ഇടയ്ക്കൊക്കെ പറ്റും. ശീലിച്ചതാണല്ലോ. പല്ല് മുളയ്ക്കാറായ തൊണ്ട കൊണ്ട് ഇറുക്കി കടിക്കാറുള്ളത് ഓർത്തു പോകുന്നു. കടിക്കുന്നതിനിടയിൽ കണ്ണൽപ്പം ഇറക്കി ആഹ്ലാദസ്വരങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് മലർക്ക ചിരിക്കുന്നതും വിരലിലൂടെ കൈത്തണ്ടയിലൂടെ അവളുടെ വായിലെ തേൻ ഇക്കിളിപ്പെടുത്തിക്കൊണ്ട് ഒഴുകുന്നത്, വിരൽ ഊരിയെടുക്കുമ്പോൾ കാറിക്കരയുന്നത്, വീണ്ടും വായിൽ വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഭാവമാറ്റം,
അത് കാണുമ്പോൾ താൻ പൊട്ടിച്ചിരിച്ച് ബീനയുടെ മുഖത്ത് നോക്കുന്നത്. ബീനയുടെ മുഖത്തോ? അല്ല, ആച്ചിയുടെ. ബീന പുറത്തായിരിക്കും, ഷോപ്പിങ്ങിന്, ക്ലബിലേക്ക്, ബേബി ഷോവിന്, അങ്ങനെ വല്ല കുരുത്തക്കേടിനും. കുഞ്ഞവൾക്കൊരു പ്രശ്നമല്ല. ആച്ചിയുണ്ടല്ലോ. കുറ്റമല്ല പ്രിയ തന്നോട് ഒട്ടിച്ചേർന്നത്. എല്ലാറ്റിനും ഡാഡി വേണം. ഉടുപ്പിടിയിക്കാൻ, തല ചീകിക്കെട്ടാൻ, പ്രാമിൽ കൊണ്ടു നടക്കാൻ, താരാട്ടുപാടി ഉറക്കാൻ. അവൾ കാണാതെ ഒളിച്ചു മാറി വേണം കോടതിയിൽ പോവാൻ. അല്ലെങ്കിൽ കരച്ചിലോട് കരച്ചിലാവും. മമ്മി നല്ല വാക്ക് പറഞ്ഞാലൊന്നും അടങ്ങില്ല. പറയാൻ മമ്മിയേയും കാണില്ല. പോത്തുപോലെ കിടന്നുറങ്ങുകയായിരിക്കും. കുട്ടി കരയുന്നതെങ്ങാൻ കേട്ടാൽ കിടന്ന കിടപ്പിൽ വിളിച്ചലറും. എന്തൊരു നാശം! ഒന്ന് ഉറങ്ങാൻ കൂടി സമ്മതിക്കില്ല. ആയാ! വീട് കുലുക്കുന്ന ആ വിളി കേട്ടുകൊണ്ടാണ് കാറിൽ കയറുക. ഉള്ളു വല്ലാതെയാവും. വൈകുന്നേരം തിരിച്ചെത്തുന്നത് വരെയും മനസ്സിൻ്റെ പശ്ചാത്തലത്തിൽ ആ വല്ലായ്മയുണ്ടാവും. ഉദ്യോഗത്തോടെയാണ് തിരിച്ചെത്തുക. ഉമ്മറത്ത് ആച്ചിയുടെ ഒക്കത്തിരിക്കുന്ന പ്രിയ തന്നെ കാണുമ്പോഴേക്ക് എടുത്തു ചാടും. വേഷം മാറാൻ പോലും അനുവദിക്കില്ല. പിന്നെ കുറേ നേരത്തേക്ക് കളിച്ചിരിയുടെ കോലാഹലമാണ്. പുതുമഴയത്ത് നുരഞ്ഞ് പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാലുകളുടെ ഉത്സാഹത്തിമിർപ്പോടെ. അവിടെ എങ്ങും മമ്മിക്കിടമില്ലായിരുന്നു. ഡാഡി മാത്രമായിരുന്നു പ്രിയയുടെ ലോകം. അതല്ലേ അവൾ ബീനയുടെ കൂടെ പോകാത്തത്? അമ്മയോടടുക്കാതെ അച്ഛനോട് ഒട്ടി നിൽക്കുന്ന കുട്ടി. എത്ര വിലപേശി നോക്കി അവൾ. പ്രിയയെ തന്നിൽ നിന്ന് പിടിച്ചെടുത്തേ അടങ്ങൂ എന്നായിരുന്നു നിലപാട്. മകൾക്ക് വേണ്ടി, മകളോടുള്ള സ്നേഹം കൊണ്ടല്ല, തന്നെ തോൽപ്പിക്കാൻ വേണ്ടി, ചൂഷണം ചെയ്യാൻ വേണ്ടി, തനിക്ക് പ്രിയയോടുള്ള ദൗർബല്യത്തിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടി. ഇങ്ങനെയൊരമ്മയോ? കുഞ്ഞുങ്ങളെ വളർത്താനുള്ള നൈസർഗികമായ അവകാശം അമ്മമാർക്കാണ്. ബീന തികഞ്ഞ ഗൗരവത്തോടെ പറയുന്നു. കോടതിയും അത് അംഗീകരിക്കും. കോടതി? അമ്പരപ്പോടെ അവളെ നോക്കുന്നു. വാസ്തവമായിട്ടും? ജീഹാ. കോടതിയെക്കുറിച്ച് നിന്നേക്കാൾ കുറച്ചധികം എനിക്കറിയാം. അമർഷം കടിച്ചു പിടിച്ചുകൊണ്ട് തുടരുന്നു. പക്ഷെ ചോദ്യം അതല്ല, കാര്യങ്ങൾ അത്രത്തോളം എത്തിയോ? എത്താതെ എന്ത് ചെയ്യും? അവൾ ഹാൻഡ് ബാഗ് തുറന്ന് ടിഷ്യൂ പേപ്പർ എടുത്ത് ചുണ്ടിൻ്റെ വക്കത്തെ ലിപ്സ്റ്റിക് തുടയ്ക്കുന്നു. കോമ്പാക്റ്റ് എടുത്ത് തുറന്ന് കണ്ണാടിയെ നോക്കുന്നു. എന്താ ചെയ്യുക? ന്യായമായ മാർഗം പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ? ന്യായം നാക്കത്ത് വന്നത് കടിച്ചമർത്തുന്നു. ഭർത്താവിനെ അവഹേളിച്ച് പരസ്യമായി മറ്റൊരുവന്റെ കൂടെ നടന്നിട്ടും ന്യായം പറയാൻ വന്നിരിക്കുന്നു. ആവുന്നത്ര നിയന്ത്രണം പാലിച്ചുകൊണ്ട് തുടരുന്നു. ന്യായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതിരിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല പ്രശ്നം. പ്രിയ കൊല്ലത്തിൽ 6 മാസം പോയിട്ട് 6 നിമിഷം നിന്നോടൊപ്പം ഇരിക്കില്ലല്ലോ. പിന്നെ എങ്ങനെയാണ്? ഇരിക്കും, അല്ലെങ്കിൽ ഇരുത്തും. എന്താ, ഞാൻ അവളുടെ അമ്മയല്ലേ? അവൾ എൻ്റെ മകളല്ലേ? അതെ, നിന്റെ മകളായി ജനിച്ചതാണ് അവൾ ചെയ്ത ഒരേയൊരു പാപം. ബീന തീപ്പന്തം ചാട്ടുന്നത് പോലെ ഒരു നോട്ടം നോക്കി. അവജ്ഞയോടെ തോളൊന്നു കുലുക്കി മുഖത്ത് അങ്ങിങ്ങെ പൗഡർ കൊണ്ട് സ്പർശിക്കുന്നു. തീക്ഷ്ണമായ സൗന്ദര്യത്തിന് വാട്ടമേ ഇട്ടിട്ടില്ല. യൗവനത്തിൻ്റെ ഉറച്ച വളവുകൾ എടുത്തു കാണിക്കുന്ന ഉറ പോലെ കുടൂസായ വേഷം. വെളുത്ത പുള്ളികളുള്ള ഇളനീല കമ്മീസ്, തലമുടി കിരീടം പോലെ മുന്നോട്ടൽപ്പം ചായച്ച് ഉയർത്തി കെട്ടി വച്ചിരിക്കുന്നു. മസ്കാരയും ഐഷാഡവും എഴുതിയ കണ്ണുകൾ ആകപ്പാടെ പടമെടുത്ത് നിൽക്കുന്ന രാജവെമ്പാലയെ ഓർമ്മിപ്പിക്കുന്നു. അവളെ 6 മാസം കൂടെ താമസിപ്പിക്കണമെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം? എന്തൊരു വിട്ടിച്ചോദ്യം! നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആളല്ല. എൻ്റെ വക്കീൽ സംസാരിച്ചോളും. അവൾ ചാടി എഴുന്നേറ്റ് വെട്ടിത്തിരിഞ്ഞു പുറത്തേക്ക് നടക്കുന്നു. കൊത്തിയ ശേഷം ബന്ധപ്പെട്ട് പൊളഞ്ഞു പോകുന്ന പാമ്പിനെ പോലെ. പുറത്തു കടന്ന് വാതിൽ ഊക്കോടെ തള്ളി അടയ്ക്കുന്നു. ഓഫീസ് മുറിയുടെ മരച്ചുവരുകൾ തിറമ്പുന്നു. താടിക്ക് കൈയും കൊടുത്ത് മേശപ്പുറത്ത് തലചാച്ചിരിക്കാനേ കഴിഞ്ഞുള്ളൂ. കുറേ നേരത്തേക്ക്. തട്ടിൽ നിന്ന് വീണ പല്ലിയെപ്പോലെ തരിച്ചൊരിയിരിപ്പ്. എങ്ങനെ തരിക്കാതിരിക്കും? പരസ്പര പ്രേമത്തിൽ വാർത്തെടുത്ത ദാമ്പത്യമാണ്. അത് മഴവെള്ളം നനഞ്ഞ പച്ചക്കലം പോലെ തകർന്നു പോയിരിക്കുന്നു. ഒരു വാക്കിൽ, ഒരു നോക്കിൽ 1000 പുളകങ്ങൾ പൂത്തിരുന്നു ഒരു കാലത്ത്. ഒരു സ്പർശനത്തിൽ, ഒരു ആശ്ലേഷത്തിൽ നിർവൃതിയുടെ അമൃതധാര പെയ്തിരുന്നു. ഒരേ ഉടലും ഒരേ ആത്മാവുമായി എത്രയോ കാലം ജീവിച്ചു. എന്നിട്ടോ ഇപ്പോൾ തികച്ചും അന്യരായി തീർന്നിരിക്കുന്നു. അന്യരെന്നല്ല, അന്യോന്യം കടിച്ചു കീറാൻ നിൽക്കുന്ന ശത്രുക്കളായി തീർന്നിരിക്കുന്നു. മനുഷ്യബന്ധങ്ങളുടെ ഗതിവിഗതികൾ എത്ര വിചിത്രമാണ്! അതെ, എത്ര വിചിത്രമാണ്! ആലോചിച്ച് നെടുവേർപ്പെട്ടു. ഒരിക്കൽ തൻ്റെ എല്ലാമായിരുന്നവൾ ഇന്ന് എവിടെയോ ആണ്, ആരുടെയോ കൂടെ ജീവിക്കുന്നു. പോയതിൽ പിന്നെ ഒരിക്കലും മകളെക്കുറിച്ച് അന്വേഷിക്കുക കൂടി ഉണ്ടായിട്ടില്ല. അവൾ എൻ്റെ മകളല്ലേ എന്ന് തികഞ്ഞ ഗൗരവത്തിൽ ചോദിച്ചവൾ. മനുഷ്യബന്ധങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ.
ആവോ, അർത്ഥമുറിച്ച് ഒന്നും പറഞ്ഞുകൂടാ. എങ്കിലും ഇത്രത്തോളമൊക്കെ ദുർബലമാണെന്ന് തോന്നുന്നില്ല. ബന്ധങ്ങളിലാണ് വാസ്തവത്തിൽ മനുഷ്യൻ ജീവിക്കുന്നത്. ഏകാന്തത തീർച്ചയായും അസഖ്യമാണ്. പക്ഷേ ബന്ധങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ ജീവിക്കുമ്പോഴാണ് വഴുതി വീഴുന്നത്. ബന്ധം അന്യോന്യം തളച്ചിടുന്ന കണ്ണി മാത്രമല്ല, അങ്ങനെ മാത്രം കാണുമ്പോഴാണ് നിഷ്പ്രയാസം അറുക്കാൻ കഴിയുന്നത്. ഒന്ന് കുഴ തെറ്റുമ്പോഴേക്കും ഊരിപ്പോരുന്നത്, അല്പം അസ്വാരസ്യമുണ്ടാവുമ്പോഴേക്കും പൊട്ടിത്തെറിക്കുന്നത്. അതാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒരിക്കലും അകലുകയില്ല, അത്രത്തോളം പരസ്പരം ലയിച്ചു കഴിഞ്ഞു എന്നൊക്കെ കരുതി. പക്ഷേ ഒറ്റ വലിക്ക് ഊരിപ്പോരുന്ന കൊളുത്തായിരുന്നു. ഒരു മതിലിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കൈകോർത്ത് പിടിച്ചിരുന്നതേ ഉള്ളൂ. തനിക്കും അവൾക്കും വെവ്വേറെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു. ഇരുവരും തനിച്ചാണ് ജീവിച്ചിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് മതിലിൻ്റെ മീതെ എത്തി നോക്കുകയും അന്യോന്യം പുഞ്ചിരി തൂകുകയും ചെയ്തിരുന്നുവെങ്കിലും യഥാർത്ഥമായ അർത്ഥത്തിൽ അതൊരു ബന്ധമായിരുന്നില്ല. എന്തോ ഒരാകർഷണത്തിൽ അടുത്തു, എന്തോ ചില അഭിലാഷങ്ങളിൽ പിണഞ്ഞു നിന്നു. അപ്പോഴും അനുഭവപ്പെട്ടിരുന്നത് ആത്മാവിൻ്റെ ഏകാന്തതയാണ്, വിരുദ്ധതയുടെ ഉരസലാണ്. പരസ്പര തർപ്പണത്തിന് പകരം മുഴുകിയത് ആത്മതർപ്പണത്തിലാണ്. ആത്മവഞ്ചനയിലൂടെ പരസ്പരം വഞ്ചിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ബന്ധമെന്ന് കരുതിയത് ബന്ധനമായി പരിണമിച്ചത്. എല്ലാ ബന്ധങ്ങളുടെയും കഥ ഏറെക്കുറെ ഇത് തന്നെ. ഒറ്റപ്പെട്ട മനുഷ്യൻ അസ്തിത്വത്തിന് നിലനിൽപ്പ് തേടി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. അവ കപടബന്ധങ്ങളാണെന്നറിയാതെ. കാലൊച്ച ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ജിമ്മാണ്. ഗുരു ഇനി ഉറക്കമായില്ല? ജിം വാതിക്കൽ നിന്നതേ ഉള്ളൂ. എന്താ പ്രിയയുടെ അടുത്തങ്ങനെ ഇരിക്കുന്നത്? അവൾക്ക് സ്വല്പം പനിക്കുന്നുണ്ട്. പനിയോ? ജിം പൊടുന്നനെ കട്ടിലിനെ സമീപിച്ച് കുട്ടിയുടെ നെറ്റിയിൽ കൈവച്ച് നോക്കി. ഉവ്, പനിക്കുന്നുണ്ടല്ലോ. മരുന്ന് വല്ലതും? ഉവ് കൊടുത്തു. അവളിന്ന് കുറേയധികം വെയിൽ കൊണ്ടു അല്ലേ? ഇല്ല, ഉച്ച തിരിഞ്ഞ് തണലത്താണ് അധികവും കളിച്ചത്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്നാലും കുറേയൊക്കെ വെയിൽ കൊണ്ടിരിക്കും. സാരമില്ല, 1-2 ദിവസം നിൽക്കൂ, അത്രയേ ഉള്ളൂ. പിന്നെ ഉച്ചതിരിഞ്ഞ് മതിയാവോളം നീന്തിയോ? ഓ യെസ്, ഒന്നാന്തരം കടൽക്കരയാണ്. ക്ഷേത്രത്തിലേക്ക് നീന്താൻ പിന്നീട് ശ്രമിക്കുകയുണ്ടായോ? ഇല്ല, അതത്ര വിഷമമുള്ളതൊന്നുമല്ല. പക്ഷേ മറ്റുള്ളവർക്ക് പേടി, പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക്. അതിനിടയ്ക്ക് ഗുരു, രാജി ഉച്ചയ്ക്ക് തന്നെ മടങ്ങാൻ എന്താ കാരണം? കാരണം എന്തോ ആവട്ടെ, അപ്പോഴെങ്കിലും മടങ്ങിയത് നന്നായി. പാവം പെൺകുട്ടി തലവേദനയായി കിടക്കുകയാണ്. ഓഹ്, ജിം ഉത്കണ്ഠയോടെ പുരികമുയർത്തി. അധികമൊന്നുമില്ലല്ലോ? ഇല്ല. ജിം താടിമീശ തടവിക്കൊണ്ട് ആലോചനാമഗ്നനായി നിന്നു. ജിമ്മിനെ അലട്ടുന്നത് എന്താണെന്ന് ഏറെക്കുറെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഗുരു, ഞാനെന്ന് ചോദിച്ചാൽ ആത്മാർത്ഥമായ അഭിപ്രായം പറയാമോ? ചോദിക്കൂ, പറയാമെങ്കിൽ പറയാം. അശോക് രാജി വിവാഹം കഴിക്കുന്നതിൽ ഗുരുവിൻ്റെ അഭിപ്രായം എന്താ? എനിക്കൊരു അഭിപ്രായം ഉണ്ടാവണമെന്നുണ്ടോ? അതാണ് ഞാൻ ചോദ്യത്തിന് മുഖവര വെച്ചത്. ആത്മാർത്ഥമായിട്ടൊരു അഭിപ്രായം. ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയേണ്ട കാര്യം എനിക്കില്ല. ഉണ്ടെങ്കിലും കൃത്രിമമായി ചിരിച്ചു. അത് ഈ അർദ്ധരാത്രിക്ക് പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ജിം പോയി കിടന്നുറങ്ങൂ. ഇത് ചർച്ച ചെയ്യാൻ നമുക്ക് ധാരാളം സമയമുണ്ട്. അല്ലെങ്കിലും ജിമ്മിന് തലപുകച്ച് ആലോചിക്കേണ്ട കാര്യമെന്താ? തറപ്പിച്ചൊന്നു നോക്കി. ആ നോട്ടത്തിൽ ജിം അറിയാതെ ചൂളിയെന്ന് തോന്നുന്നു. ഓക്കെ, ഗുരു പറഞ്ഞത് ശരിയാണ്. അർദ്ധരാത്രിക്ക് ആലോചിച്ച് തലപുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ് പറയാൻ എണീറ്റ് വരണ്ട കേട്ടോ. ജിം മറുപടി പറഞ്ഞില്ല. കാലുറയുടെ കീശകളിൽ കൈ തിരുകി ഒച്ചയുണ്ടാക്കാതെ തിരിഞ്ഞു നടന്നു. നഗ്നമായ മുതുക് വെയിലേറ്റ് കരുവാളിച്ചിരിക്കുന്നു. സരസ്വതിയമ്മയുടെ നീക്കം മൂപ്പരെ അസ്വസ്ഥനാക്കിയിരിക്കുന്നുവെന്ന് വ്യക്തം. പ്രിയയുടെ നെറ്റി തൊട്ടു നോക്കി. ഒരു വ്യത്യാസവുമില്ല. അവളെ ഒരു വശത്തേക്ക് നീക്കിക്കിടത്തി നന്നായി പുതപ്പിച്ചു. 1-2 ദിവസത്തേക്ക് സ്കൂൾ മുടങ്ങിയത് തന്നെ. സാരമില്ല. എഴുന്നേറ്റു. ഇനി ഉറങ്ങാൻ കിടക്കാം. അല്ലെങ്കിൽ വരട്ടെ, കുറച്ചു നേരം കൂടി കഴിഞ്ഞു ഒരിക്കൽ കൂടി നോക്കാം. പനി കുറവില്ലെങ്കിൽ ഒരു ഗുളിക കൂടി കൊടുക്കാം. അതിനിടയ്ക്ക് എഴുതാനുദ്ദേശിച്ചത് മുഴുവനാക്കാം. നോട്ട് ബുക്ക് അടുത്തേക്ക് നീക്കിവെച്ച് ഒടുവിൽ എഴുതി വെച്ച ഖണ്ഡിക വായിച്ചു നോക്കി. അപൂർവമായി മാത്രമേ ഈ നീർനായ്ക്കളെ കണ്ടുകിട്ടാറുള്ളൂ. അവ കല്ലുകൾക്കിടയിൽ നിന്നും വെള്ളത്തിലേക്ക് എടുത്തു ചാടി മുങ്ങാൻ കുഴിയിടുന്നു. ഏതാനും ഞൊടികൾക്കിടയിൽ വായിൽ മീനുമായി കരയ്ക്ക് കയറി വരുന്നു. തീറ്റ കഴിഞ്ഞാൽ വെയിലത്ത് കിടന്നുരുണ്ട് കളിക്കുന്നു. അനക്കം കേൾക്കുമ്പോൾ കാട്ടിലോട്ട് ഓടിപ്പോകുന്നു.
നാടൻ പേരെന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒത്തില്ല. ഡോങ്ങാൻ എന്നോ മറ്റോ ആണെന്ന് കമ്പോങ് ഹന്തുവിൽ ഒരു മലായിക്കാരൻ പറഞ്ഞു. ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. ബീബർ വർഗത്തിൽപ്പെട്ടതാണ്. ഏതായാലും കുറിപ്പുകൾ എടുത്തു നോക്കി. റെനോസറസ് ഹോൺബില്ലിനെ പറ്റിയാണ് എഴുതാൻ ബാക്കി കിടക്കുന്നത്. പേന നിവർത്തി. പെട്ടെന്ന് വീണ്ടും മടി തോന്നി. എഴുതാനുള്ള മനോനിലയിലല്ല. ഇന്ന് വിശ്രമിക്കേണ്ട, വിളക്കണച്ച് കിടക്കാം. പ്രിയയ്ക്ക് ഗുളിക ഇനി കൊടുക്കണ്ട, വേണമെങ്കിൽ നാളെ കാലത്താവാം. അത് മതി. എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. മനസ്സ് വിചാരിച്ചതിലേറെ അസ്വസ്ഥമാണ്. അല്ലെങ്കിൽ ഇത്ര വൈകിട്ട് ഉറക്കം വരാതിരിക്കില്ല. മണി 1 കഴിഞ്ഞു കാണും. ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ചു പോന്നു. പരസ്പര ബന്ധമില്ലാത്ത പല ഓർമ്മകളും ഉള്ളിലുദിക്കുന്നു, മായുന്നു. ചെരിഞ്ഞു കിടന്ന് പ്രിയയെ തൊട്ടുനോക്കി. വ്യത്യാസമില്ല. ഗുളിക കഴിച്ച് ഇത്രയും വേഗം വ്യത്യാസം പ്രതീക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. പുറത്തെ നിലാവിന് തെളിച്ചം വെച്ചിരിക്കുന്നു. അമ്പലക്കുളത്തിൽ ഇപ്പോഴും ധാരാളം ആമ്പൽപ്പൂവ് ഉണ്ടാവുമോ? മുത്തശ്ശിയാണ് ആദ്യം ഒരു പൂ പറിച്ചു തന്നത്. നീണ്ട തണ്ടുള്ള തണ്ടിൽ നിന്ന് വെള്ളമിറ്റിറ്റ് വീഴുന്ന ഒരു വെളുത്ത ആമ്പൽപ്പൂവ്. പട്ടുകോണകത്തിൻ്റെ വാലി പിടിച്ച് വരമ്പിലൂടെ നടക്കുന്നു. ഗണപതിക്ക് നിവേദിച്ച ഒറ്റയപ്പത്തിൻ്റെ വാസന. വീട്ടിലെത്താൻ തിടുക്കം. വേഗം നടക്കൂ മുത്തശ്ശി, വേഗം വേഗം. നഹുഷൻ സർപ്പമായി. പടം വിടർത്തിയാടുന്ന സർപ്പം. സുന്ദരിയായ ബീന. ഉത്തരത്തുളയിൽ ഒളിച്ച വണ്ടിൻ്റെ മുരളൽ പോലെ മൂളുന്ന എയർ കണ്ടീഷണർ. സന്ധ്യയ്ക്ക് മുൻപേ സ്പ്രേ ചെയ്ത എയർ ഫ്രഷ്നറിൻ്റെ സുഗന്ധം. പറ്റിച്ചേർന്ന് കിടക്കുന്ന ബീനയുടെ ഊഷ്മളത. മനസ്സിന് ആതുരത്വം അനുഭവപ്പെടുന്നു. അരുത്. മലർന്നു കിടന്നു. കൈകൾ കോർത്ത് തലയ്ക്കടിയിൽ വെച്ചു. വേണ്ടാത്തത് ഓർത്തു പോകുന്നു. എത്രയോ കൊല്ലത്തിനു ശേഷം ആദ്യമായിട്ട് വരണ്ട പരിപരുത്ത തറഞ്ഞ നിലത്താണ് കിടക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. ഒരു നനവ്, ഒരു പതുപതുപ്പ് കുതിച്ചു പോകുന്നു. തന്നിലെ പുരുഷമൃഗം താനറിയാതെ ഉണരുകയാണോ? അല്ല, അതല്ല. ഇത് മറ്റെന്തോ ആണ്. എവിടെയോ ഒരു വിടവുണ്ടെന്ന് തോന്നുന്നു. ഒരു ശരീരത്തിൻ്റെ വിടവാണോ? ആവാനിടയില്ല. ആ വിടവ് എന്നോ അടഞ്ഞു കഴിഞ്ഞു. വല്ലാത്ത വിടവായിരുന്നു, സംശയമില്ല. നികന്നു കിട്ടാൻ കുറേയേറെ പ്രയാസം നേരിട്ടു. എന്തൊരു ഉഗ്രമായ പോരാട്ടമായിരുന്നു. കമ്പോങ് ഹന്തുവിലെ പഴയ അത്താപ്പു വീട്ടിൻ്റെ ഏകാന്തതയിൽ ഉറക്കം വരാതെ കിടക്കുമ്പോൾ സർക്കുലർ റോട്ടിലെ കിടപ്പറയായിരുന്നു മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത്. നീർച്ചുഴി പോലെ ആകർഷിച്ച് തന്നിൽ ലയിപ്പിക്കുന്ന ബീനയുടെ ശരീര സൗഭാഗ്യത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് മോചനം നേടുക എളുപ്പമായിരുന്നില്ല. ദാഹത്തിന് വീഞ്ഞു കുടിക്കുന്ന പ്രതീതിയായിരുന്നു. കുടിക്കുന്തോറും ദാഹം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ശരീരത്തിൻ്റെ വിളി ഇത്ര ശക്തമാണെന്ന് മുൻപൊരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. കാമം ഇത്രയൊക്കെ കരുത്തുള്ളൊരു വികാരമാണോ? അല്ല എന്ന് ഇപ്പോൾ അറിയാം. ഒന്നുകിൽ അതിൽ തന്നെ മനസ്സൂന്നുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഓടി ഒളിക്കാനോ അതിനെ അമർത്തിപ്പിടിക്കാനോ ശ്രമിക്കുക. അപ്പോഴേ കാമാസക്തി മനുഷ്യനെ ശല്യപ്പെടുത്തൂ. മൈഥുനം ജീവിതത്തിൻ്റെ ഒരംശമാണ്. ഒരംശം മാത്രമാണ് എന്ന് മനസ്സിലാക്കിയാൽ കുഴപ്പം തീരും. അത് ജീവിതത്തിലെ കേന്ദ്ര പ്രശ്നമായി പ്രതിഷ്ഠിക്കുമ്പോഴാണ് നൂലാമാലയായി തീരുന്നത്. അതാണ് തനിക്ക് പറ്റിയത്. അത്രയും കാലം അടക്കി വച്ചതൊക്കെ അഴിച്ചുവിട്ട് ഒറ്റയടിക്ക് ബീനയിൽ മുഴുകി. അതൊരു ലഹരിയായിരുന്നു. ഇദംപ്രഥമമായി അനർഘമായ എന്തോ ഒന്ന് കണ്ടെത്തിയതുപോലെ. പിടിച്ചാൽ കിട്ടാത്ത ഒരു കുതികുത്തലായിരുന്നു. അവളിൽ ലയിച്ചപ്പോൾ സ്വന്തം അസ്തിത്വം വിസ്മരിച്ചിരുന്നു. അവൾ മാത്രമേ ഉള്ളൂ എന്ന ബോധമേ ഉണ്ടായിരുന്നുള്ളൂ. പരിപൂർണമായ ആ ആത്മവിസ്മൃതിയിൽ പരിപൂർണമായ ആനന്ദം ദർശിക്കാൻ കഴിഞ്ഞു. പരിപൂർണമായ സംതൃപ്തി അനുഭവിക്കാൻ സാധിച്ചു. പക്ഷേ ഇടുങ്ങിയ വായോയുള്ള കഞ്ഞിക്കലത്തിൽ തലകടത്തിയ നായെപ്പോലെയായിരുന്നു യഥാർത്ഥത്തിൽ തൻ്റെ നില. ചിരി വന്നു. നാലുകെട്ടിൻ്റെ വടക്കേ മുറ്റത്ത് നിന്ന് വളപ്പിലേക്ക് ഓടുന്ന ചൊക്ലിപ്പട്ടിയെ കണ്ണിൽ കാണുന്നു. കല്ലെടുത്തെറിയുന്നത്. ഉണ്ണിക്കുട്ടാ! അച്ഛൻ്റെ പരിപരുത്ത വിളി. ചതുരമുഖത്ത് പോത്തിൻ കൊമ്പ് പോലെയുള്ള മീശ, മുറുക്കിത്തുടുത്ത വായ, വിയർപ്പിൽ കുളിച്ച യൂണിഫോം. മുറിയിലിരുന്ന് പഠിക്കാതെ മുറ്റത്ത് കളിക്കുകയാണോ? തിടുക്കത്തിൽ പുസ്തകമെടുത്ത് നിവർത്തി പഠിക്കുകയാണെന്ന് ഭാവിക്കുന്നു. ICS ഇരിക്കേണ്ടവനാണ്. P. കൃഷ്ണനുണ്ണി, ICS. ബോർഡ് കണ്ണിൽ കാണുന്നു. വാതിലിൻ്റെ മുൻപിൽ വില്ലയിട്ട ശിപായി ഇരുന്ന് ഉറക്കം തൂങ്ങുന്നു. ജനലഴിയുടെ പുറത്ത് ഉറക്കം തൂങ്ങി പാറാവ് നിൽക്കുന്ന പോലീസുകാരൻ. തെരുവിനപ്പുറത്തെ കൂറ്റം ബസ് സ്റ്റാൻഡിൽ തിരുതകൃതിയായ ഹോണടി. DSP ഏമാൻ വിളിക്കുന്നു. അച്ഛൻ്റെ തൊപ്പിവെച്ച ചതുരം മുഖം, ദഹിപ്പിക്കുന്ന നോട്ടം. നടക്കു വീട്ടിലേക്ക്. നടക്കുന്നു. കാറിൽ കയറുന്നു. ഒരു കാറ് പുലർത്താനുള്ള ശമ്പളം കിട്ടുന്നുണ്ടോ അച്ഛന്? അതോ നീ എൻ്റെ ഉദ്യോഗം തെറിപ്പിക്കാനുള്ള പ്ലാനാണോ?
അത്രയ്ക്കായോ നിനക്ക് ധിക്കാരം? ആരുടെ മകനാണെന്ന് ആലോചിക്കാതെ കീജെ വിളിക്കാനും ഇൻക്ലാബ് വിളിക്കാനും നടന്നാൽ എല്ലി ഞാൻ സൂപ്പ് വയ്ക്കും. ഗാന്ധി നെഹ്റുവും ബോസും ഒന്നും നിന്നെ രക്ഷിക്കില്ല. ജയിലിൽ നിന്ന് വീട്ടിലെ തടവറയിലേക്ക്. ഒപ്പിട്. ഒപ്പിടില്ല. ഒപ്പിടാനാ പറഞ്ഞത്. ഒപ്പിട്ടാലേ കോളേജിൽ കയറ്റൂ. എന്നാൽ കയറണ്ട. എന്തു പറഞ്ഞിടാ നായേ? മാപ്പ് എഴുതി കോളേജിൽ കയറാൻ ഞാൻ തയ്യാറില്ല. ഇടത്തെ ചെകിടത്ത് പോലീസ് അടി. ജീവിതത്തിൽ ആദ്യമായിട്ട്. അമ്മേ. കണ്ടോർമ്മയില്ലാത്ത അമ്മയെ വിളിച്ച് കരയുന്നു. നേരിയ സഹതാപം പോലുമില്ല. 3 വയസ്സിൽ മരിച്ചതാണ്. അച്ഛൻ പരാജയപ്പെട്ട് പിൻവാങ്ങുന്നു. മാറാൻ മറുതുണി കൂടി എടുക്കാതെ ഇറങ്ങി നടക്കുന്നു. ചിറ്റമ്മ കണ്ണു തുടയ്ക്കുന്നു. ചൂടില്ലാത്ത കണ്ണുനീര്. തിളയ്ക്കുന്ന കണ്ണുനീര് തൂകുമായിരുന്ന മുത്തശ്ശി 6 അടി മണ്ണിനിടയിൽ കിടക്കുകയാണ്. ഇനി എവിടേക്ക്? വിദ്യാർത്ഥി കോൺഗ്രസ് ഓഫീസിലെ പൊടിമൂടിയ ബെഞ്ചിന്മേൽ ന്യൂസ് പേപ്പർ വിരിച്ചു കിടക്കുന്നു. പകലൊക്കെ അലഞ്ഞു നടക്കുന്നു. വൈകുന്നേരം പ്രസംഗിക്കുന്നു. ആൽത്തറയിൽ, കമ്പനിപ്പടിക്കൽ, 4 കൂടിയ വഴികളിൽ. മുഷിഞ്ഞ വസ്ത്രം, ഒഴിഞ്ഞ വയറ്, ജീപ്പിൽ പൊടി പറപ്പിച്ചുകൊണ്ട് പാഞ്ഞു പോകുന്ന അച്ഛൻ കാർക്കിച്ചു തുപ്പുന്നു. സ്വാതന്ത്ര്യം മേടിക്കാൻ നടക്കുന്നു. അച്ഛൻ്റെ കൂട്ടുകാരൻ തന്നെ ഉപദേശിക്കുന്നു. ഉണ്ണിക്കുട്ടൻ എന്തിനാ ഇതിന് നടക്കണത്? അച്ഛനോട് മാപ്പ് പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകൂ. നാട് നന്നാക്കലൊക്കെ ബാക്കിയുള്ളവരായിക്കോളും. ഉണ്ണിക്കുട്ടൻ പഠിച്ച് വലിയൊരാളായിത്തീരാനുള്ളതല്ലേ. പഠിച്ചു വലിയൊരാൾ. പി കൃഷ്ണനുണ്ണി ICS. ICS ആയില്ലെങ്കിലും ഒരു നിലയ്ക്ക് വലിയ ഒരാളായി തീരുക തന്നെ ചെയ്തു. കോലാലംപൂരിലെ 1-കിട ലോയർ, രാഷ്ട്രീയ നേതാവ്. അവിടെ തന്നെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇന്ന് മന്ത്രിയാണ്. ദാത്തോ ഓത്മൻ പറഞ്ഞത് സത്യം. ദാത്തോവും ഹോക്കും കൂടി എന്തൊക്കെയോ പ്ലാൻ ഇടുന്നുണ്ട്. ഭാസി വെറും കരുവാണ്. പുലാവ് നൂറി കൊടുത്താൽ പുളിശ്ശേരി വെക്കും, തീർച്ച. സംഗതി ആകെ കുഴപ്പത്തിലാണ്. ഓരോരുത്തരും ഓരോന്ന്. സരസ്വതി അമ്മയുടെ പ്ലാനാണ് ഉഗ്രം. അശോകിനെ കൊണ്ട് രാജിയെ. ജിമ്മിൻ്റെ ചോദ്യം. എനിക്കെന്ത് അഭിപ്രായമാണ്? അഭിപ്രായം ഉണ്ടാവണമെന്നുണ്ടോ? ജിം നാളെയും ചോദിക്കും. ജിം വാസ്തവത്തിലും വിചാരിക്കുന്നുണ്ടോ രാജിയെ പ്രേമിച്ച് വിവാഹം കഴിക്കാമെന്ന്? രാജിക്ക് എന്തോ ചോദിക്കാനുണ്ടായിരുന്നു. എന്തായിരുന്നിരിക്കും? മുഖത്തു വാട്ടമുണ്ടായിരുന്നു. തലവേദനയല്ല. അല്ലെങ്കിൽ തലവേദന മാത്രമല്ല, തീർച്ച. കുട്ടി അറിഞ്ഞിരിക്കും പ്ലാൻ. അതിനെപ്പറ്റി വല്ലതും ചോദിക്കാനാവും. എന്തിന്? തന്നോടെന്തിനാ ചോദിക്കണത്? താനാരാ? ഉച്ചയ്ക്ക് മേത്ത് കാല് വന്നു വീണു. പ്രിയ ചെരിഞ്ഞു കിടന്നതാണ്. തൊട്ടുനോക്കി. നല്ല ചൂടുണ്ട്. 101 കാണും. കാലത്തേക്ക് കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം. ഡോക്ടർ പുഷ്പനാഥൻ കളിയാക്കാറുണ്ട്. കുട്ടികളാവുമ്പോൾ ഇടയ്ക്ക് മൂക്ക് വിയർക്കും. അതിനിങ്ങനെ വെപ്രാളപ്പെട്ടാലോ? ഇപ്പോൾ പീഡിയാട്രിക്സിലെ ചീഫാണ്. ഒരിക്കൽ ചോദിച്ചു തോർക്കുന്നു. എന്താ എല്ലായ്പ്പോഴും അച്ഛൻ കൊണ്ടുവരുന്നത്? അമ്മയ്ക്ക് എന്തു പറ്റി? അർത്ഥമില്ലാത്ത ചിരി കൊണ്ട് മറുപടി നൽകി. അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല, സൗകര്യമില്ലാഞ്ഞിട്ടാണ് എന്ന് പറയാൻ ഒക്കുമോ? ഉജാഗറിനോടൊപ്പം ഡാൻസ്. ഓർത്തത് തന്നെ പിന്നെ ഓർക്കുന്നു. പതിവില്ലാത്തതാണ്. ഇന്ന് എന്തു പറ്റി? എല്ലാ ഓർമ്മകളോടും വിട പറഞ്ഞതാണല്ലോ. എന്നിട്ട് ഓർമ്മ പാറ വെടിവെക്കുമ്പോൾ പൊട്ടുന്ന ഉറവ് പോലെയാണ്. തിരിഞ്ഞു കിടന്നു. ജീപ്പിൻ്റെ വെളിച്ചത്തിൽ രാജി നിൽക്കുന്നു. നാളെ പഠിപ്പിക്കാൻ വരണ്ടെന്ന് പറയണം. കുട്ടിയുടെ പനി മാറട്ടെ. പെണ്ണിന് വലിയ നിരാശയാവും. സകല ശ്രദ്ധയും ഡാൻസ് പഠിത്തത്തിലാണിപ്പോൾ. കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് കൈയും കലാശവും കാണിക്കുന്നത് കാണുമ്പോൾ ചിരി വരും. പഠിപ്പിക്കാൻ വലിയ വശമൊന്നുമില്ല രാജിക്ക്. പക്ഷെ അതൊക്കെ മതി. നല്ല ഡാൻസുകാരി ആയിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് സിനിമയിലൊന്നും. എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കാര്യമായി എന്തെങ്കിലും സംഭവിച്ചിരിക്കണം. ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയുണ്ടായല്ലോ. മറ്റേതെങ്കിലും സ്ത്രീയുടെ പുറകെ. സിനിമാ ലോകമല്ലേ, എന്ത് സംഭവിക്കാം? ഉപ്പു നോക്കി വിടുന്നതാണ് അവിടുത്തെ സമ്പ്രദായം. എന്ത് കഷ്ടകാലത്തിനാണാവോ ഈ കുട്ടി അതിൽ ചെന്ന് പെട്ടത്? അങ്ങനെയൊന്നും പറ്റിയിരുന്നില്ലെങ്കിൽ ഇന്ന് നല്ല നിലയ്ക്ക് കല്യാണം കഴിച്ച്, ആർക്കറിയാം, വിഭാഗം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നുവെന്നാണല്ലോ പറച്ചിൽ. തനിക്ക് തന്നെ എത്രയെത്ര നല്ല ആലോചനകൾ വന്നതാണ്. കൊച്ചി കോലത്തെ തമ്പുരാൻ്റെ മകളാണ്. ഡോക്ടറാണ്. കണ്ടാലും നല്ല കുട്ടി. മാക്ഡോവൽ എസ്റ്റേറ്റിലുണ്ടായിരുന്ന കുമാരൻ നായരെ കേട്ടിട്ടില്ലേ? പൂത്ത പണമുണ്ട്. ഒരേ ഒരു പെൺകുട്ടിയേ ഉള്ളൂ. അച്ഛൻ ഡൽഹിയിൽ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അമ്മാമ്മൻ ഫോറിൻ സർവീസിൽ. കുട്ടി യൂണിവേഴ്സിറ്റി ലെക്ചറാണ്. ഒടുവിൽ സ്വയമേവ തിരഞ്ഞു കണ്ടുപിടിച്ച് കെട്ടിയത് സ്പോർട്സ് ഗുഡ്സ് വിൽക്കുന്ന ഗുർബച്ചൻ സിംഗിൻ്റെ മകളെയാണല്ലോ.
തലയിലെഴുത്തിൽ വിശ്വസിക്കാറില്ലെങ്കിലും വിശ്വസിക്കാതിരിക്കാൻ സാധ്യമല്ലാതായിരിക്കുന്നു. അത്ഭുതം സ്ഫുരിക്കുന്ന നോട്ടങ്ങൾ ഇപ്പോഴും കാണുന്നു. ശരിയാണോ? അതെ. ശരിക്കും? അതെ. അത്ഭുതപ്പെട്ടതിൽ അത്ഭുതമില്ല. ആർക്കും പിടികൊടുക്കാതെ നടന്നിരുന്ന കൃഷ്ണനുണ്ണി കോടതികളുടെയും ആധാരക്കെട്ടുകളുടെയും പുറത്തൊരു ലോകമുണ്ടെന്ന വസ്തുത വിസ്മരിച്ചിരുന്ന കൃഷ്ണനുണ്ണി ബീനയുടെ ഒറ്റ നോട്ടത്തിൽ തളർന്നു വീണല്ലോ എന്ന് ചിലർ. കോലാലംപൂരിലെ ഹൈ സൊസൈറ്റിയുടെ ടേസ്റ്റായ ബീന, ലക്ഷാധിപതികളുടെ മക്കൾ വാലാട്ടി പുറകെ നടന്നിരുന്ന ബീന, യൗവനം ഉച്ചതിരിയാറായ അരസികനായ ഒരുങ്ങിക്കഴിഞ്ഞുകൂടിയിരുന്ന കൃഷ്ണനുണ്ണിയിൽ എന്തു മഹാത്മ്യമാണ് കണ്ടതെന്ന് മറ്റു ചിലർ. അവരുടെ അത്ഭുതവും സംശയവും എത്ര ശരിയായിരുന്നു. മലർന്നു കിടന്നു, നെടുവീർപ്പിട്ടു. പിന്നെയും വേണ്ടാത്തതൊക്കെ ആലോചിച്ചു പോകുന്നു. ഇന്നിനി ഉറക്കം വരുന്ന കാര്യം കഷ്ടിയാണ്. ബീനയെക്കുറിച്ച് ആലോചിക്കരുത്, മറ്റെന്തെങ്കിലും ആലോചിക്കാം. മറ്റെന്ത്? റൈനോസറസ് ഹോൺബില്ലിൻ്റെ പടങ്ങൾക്ക് കുറിപ്പുകൾ എഴുതണം. മുഴുവനാക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരിക്കൽ പോയേ നോക്കൂ. 2 ആഴ്ച, കൂടിയാൽ 3. ജിമ്മുണ്ടെന്ന് പറയുന്നു. പോന്നോട്ടെ. മലേഷ്യൻ കാടുകളിലേക്കുള്ള യാത്ര ഒരു അനുഭവം തന്നെയായിരിക്കും മൂപ്പർക്ക്. രാജിക്കും വരണമത്രേ. അതത്ര എളുപ്പമല്ല. ഒറ്റയ്ക്ക് എങ്ങനെയാണ് കൊണ്ടുപോവുക? ജിമ്മുണ്ടെങ്കിൽ ഒട്ടും വയ്യ. പ്രായമെന്ന പെൺകുട്ടിയല്ലേ. 3-4 ദിവസം കാട്ടിൽ ഒന്നിച്ച് അത് പറ്റില്ല. കമ്പോ ഹന്തുവിൽ കൊണ്ടുപോയി കാടിൻ്റെ വക്ക് മാത്രം കാണിച്ചു കൊടുത്ത് വൈകുന്നേരം തിരിച്ചു കൊണ്ടുവിടാം. അത്രയേ ഒക്കൂ. അത് മതിതാനും. കാട് പട്ടണത്തേക്കാൾ അപകടം കുറഞ്ഞതാണെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തന്നെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാട്ടിലൊരു രാത്രി കഴിച്ചു കൂട്ടില്ല കുട്ടി. പേടിച്ച് വിറച്ച് ചത്തുപോവും. അതൊന്നും ആലോചിക്കുകയേ വേണ്ട. അല്ലെങ്കിലും രാജി പുറപ്പെട്ടാൽ പിന്നാലെ പ്രിയയും പുറപ്പെടും. അവൾക്കുമുള്ള മോഹമാണ്. കാട് കണ്ടാൽ പോരാ, കാട്ടിൽ പുലിയെയും കാട്ടുപോത്തിനെയും സിംഹത്തെയും കാണണം. മൃഗശാലയിൽ പോയി കാണുന്നത് പോലെയാണെന്നാണ് വിചാരം. അല്ലെങ്കിൽ ടാഴ്സൺ സിനിമയെ പോലെ. ജോണി വെയ്സ്മുള്ള. പിറകെ മുതലകൾ. വള്ളിയിൽ നിന്നും വള്ളിയിലേക്ക്, കൊമ്പിൽ നിന്നും കൊമ്പിലേക്ക്. വനരാജ ടാഴ്സൺ, തമിഴ് സംസാരിക്കുന്ന ടാഴ്സൺ. പുറത്ത് ബാൻഡ്. കൂടാരത്തിനകത്ത് കപ്പലിൻ്റെ കടലേ സോഡ അച്ഛൻ്റെ കൂടെ റിസർവ്ഡിൽ ബഹദൂർ എന്ന കുതിര, ടൈഗർ എന്ന നായ, ഫ്യൂഷ്. 7 നില കെട്ടിടത്തിൻ്റെ ഒത്ത മുകളിലേക്ക് ഒരു കുതി. പാലം തകർന്ന തോടിന് മീതെ മോട്ടോർ സൈക്കിളിൽ ഒറ്റച്ചാട്ടം. റെയിലിൽ കെട്ടിയിട്ട കഥാനായകനെ കുതിര അഴിച്ചുവിടുന്നു. വണ്ടി കടന്നു പോകുന്നതിൻ്റെ 1/2 സെക്കൻഡ് മുൻപ്. അന്നത്തെ പോലെ ഒരിക്കലും ആസ്വദിച്ചിട്ടില്ല സിനിമ. പിന്നീട് എത്രയോ കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷ്, ഹിന്ദുസ്ഥാനി, ഫ്രഞ്ചും ചൈനീസും. പക്ഷേ അന്നത്തെ ആ ഐന്ദ്രജാലികത നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇപ്പോൾ ഒന്നും കാണണമെന്ന് പോലും തോന്നുന്നില്ല. പ്രിയയ്ക്കും വലിയ കമ്പമില്ല. അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി പോകേണ്ടി വന്നേനെ. രാജി ചേച്ചിയുടെ പടം വന്നാൽ കാണണമെന്ന് പറയുന്നത് കേട്ടു. അതിനായും തന്നെ കാണിച്ചു കൊടുക്കണം. എങ്ങനെയുണ്ടോ ആവോ? തമിഴ് പടങ്ങൾ കണ്ടിട്ട് ഒരുപാട് കാലമായി. നല്ല അഭിപ്രായമാണ് പത്രങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് കേട്ടു. സിനിമയിൽ കാണുമ്പോൾ രാജി എങ്ങനെയായിരിക്കും? നേരിട്ട് കാണുമ്പോഴത്തെ ശാലീനത തിരശീലയിലും ഉണ്ടായിരിക്കുമോ? അതോ മേക്കപ്പിൻ്റെ കൃത്രിമത മുഴച്ചു നിൽക്കുമോ? മെഴുകു പ്രതിമ പോലെ തോന്നിക്കുമോ? നേരിട്ട് കാണുന്ന നൈസർഗികത ഏതായാലും സ്ക്രീനിൽ കാണില്ല. നേരിട്ട് കാണുമ്പോൾ സുഭദ്രയമ്മയെ പോലെ തന്നെ, അവരെക്കാൾ സൗന്ദര്യമുണ്ട്. പക്ഷേ ആവോ, പറഞ്ഞുകൂടാ. പ്രായവ്യത്യാസമുണ്ടല്ലോ. ചെറുപ്പത്തിൽ അവരും ഇതുപോലെ സുന്ദരിയായിരുന്നിരിക്കാം. താൻ ആദ്യം കാണുമ്പോൾ തന്നെ ഇത്ര ഉണങ്ങിയിരുന്നില്ല. ഉണങ്ങുക, അതെ, അവർ സ്വയം ഉണക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്തൊരു ഭാഗ്യം കെട്ട ജീവിതം. മകൾക്കും അങ്ങനെ വരാതിരിക്കണമെന്ന് ഒറ്റ ആഗ്രഹമേ അവർക്കുള്ളൂ. ആ പേടി അസ്ഥാനത്താണെന്ന് തോന്നുന്നു. രാജി ഈ ആഘാതത്തിൽ നിന്ന് മുക്തി നേടും. ഇത്തിരിപ്പോന്ന ഹൃദയത്തിൽ ഇത്രയേറെ ഇരുട്ട് ഉള്ളിൽ തട്ടിയിരിക്കുമോ? കൽവർട്ടിന്മേലുള്ള ആ ഇരിപ്പും നോട്ടവും കണ്ണുകൾക്ക് എന്തൊരു ഭംഗിയാണ്, ജീവനാണ്. ബീനയുടേതുപോലെ അല്ല. ആത്മാർത്ഥതയും നിഷ്കളങ്കതയുമാണ് രാജിയുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നത്. പാപം, ഇതൊന്നും അനുഭവിക്കേണ്ടതല്ല. എല്ലാം ശരിപ്പെടുമെന്ന് പ്രതീക്ഷിക്കുക. വീണ്ടും നെടുവീർപ്പിട്ടു. അല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? സംഭവിച്ചത് മായ്ച്ചു കളയാൻ പറ്റുമോ? ഉറക്കം വരുന്നില്ലല്ലോ. പ്രിയയെ തൊട്ടു നോക്കി. ചൂടിന് അല്പം കുറവുണ്ടെന്ന് തോന്നി. മരുന്ന് ഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. എഴുന്നേറ്റ്
ഒരിക്കൽ കൂടി കുളിമുറിയിൽ പോയി വന്ന് ഉറങ്ങാനൊരു ശ്രമം കൂടി നടത്താം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഖണ്ഡം 4 നമ്മൾ അടുത്ത ദിവസം തുടങ്ങും. കാത്തിരിക്കണേ.